ആത്മകഥയിലെ വിമർശനത്തിനു പിന്നാലെ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി വോട്ട് തേടി EP ജയരാജൻ പാലക്കാട് LDF പ്രചാരണ യോഗത്തിൽ. സരിൻ ഉത്തമനായ ചെറുപ്പക്കാരനെന്നും പാലക്കാട് LDFന് ജയമുറപ്പാണെന്നും EP ജയരാജൻ പറഞ്ഞു. ഡോക്ടർ സരിൻ അനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്, ചിന്തകളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് ആർ ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ വിവാദങ്ങൾക്കിടയിലും ഒന്നും സംഭവിക്കാത്ത മട്ടിലാണ് പാലക്കാട് ഡോക്ടർ പി സരിന് വാഴ്ത്തുപാട്ടുമായി EP ജയരാജൻ എത്തിയിരിക്കുന്നത്. ഈ EP ജയരാജന്റെ സാന്നിധ്യം പി സരിന് ഗുണമാകുമോ ദോഷമാകുമോ എന്നൊക്കെയുള്ള ചിന്തകളും ചിലരൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് പുറത്തുനിന്ന്. എന്താണ് ഇന്നത്തെ അവിടെ നിന്ന് തരാനുള്ള വിവരം? EP ജയരാജനെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പൊതുയോഗമാണ് LDF പാലക്കാട് ആസൂത്രണം ചെയ്തത്. കാരണം EP ജയരാജന്റെ നിന്ന് അവകാശപ്പെടുന്ന പുസ്തകം ഇന്നലെ പുറത്തു വന്നു. ആ പുസ്തകത്തിൽ സരിനെതിരെ പരാമർശങ്ങളുണ്ടായിരുന്നു. ഇത് സ്ഥാനാർത്ഥിക്ക് ദോഷമാകാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് തന്നെ EP ജയരാജനെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി അല്ലാതിരുന്നതുകൂടി EP ജയരാജനെ പാലക്കാട് എത്തിച്ച് ഒരു പ്രചരണ പൊതുയോഗം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. വൈകുന്നേരം 6 മണിക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് യോഗം നിശ്ചയിച്ചെങ്കിലും ഈ കനത്ത മഴയെ തുടർന്ന് യോഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. EP പ്രസംഗം ആരംഭിച്ചൊരു 3 മിനിറ്റ് ആയപ്പോഴേക്കും വലിയ മഴ പെയ്യുകയായിരുന്നു. കുറച്ചുനേരം EP കുട പിടിച്ച് പോഡിയത്തിനടുത്ത് കാത്തുനിന്നു. എന്നാൽ മഴ കനത്തു. പിന്നീട് കാറിൽ കയറിയിരുന്നു. എന്നിട്ടും മഴ തോർന്നില്ല. ഒടുവിൽ ഇപ്പോൾ അല്പം മുമ്പ് EP ഇവിടെ നിന്ന് മടങ്ങിയാണ് ഉണ്ടായത്. എന്തായാലും EP പങ്കെടുപ്പിച്ചുള്ള ഒരു പൊതുയോഗത്തിലൂടെ ഈ പുസ്തകത്തിന്റെ വിവാദത്തിൽ നിന്ന് കരകയറാനുള്ള LDFന്റെ ശ്രമമാണ് ഫലപ്രാപ്തിയിലെത്താതെ പോയത്. സ്ഥാനാർത്ഥിയെ കൂടി വേദിയിലെത്തിച്ച് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം കൂടി പ്രചരിപ്പിക്കാൻ LDF ലക്ഷ്യമിട്ടിരുന്നു. അതും ഈ കനത്ത മഴയെ തുടർന്ന് നടക്കാതെ പോയി. ക്രിസ്റ്റീന. ആർ ശ്രീജിത്താണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.